ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ 4 പേരെ. ആ കേസ് എന്തായി? ഇപ്പൊ അതാർക്കും അന്വേഷിക്കണ്ടേ? 4 പോലീസുകാരെ കൊല്ലുന്നതാണല്ലോ ഇതിനെക്കാട്ടി സീരിയസ് കേസ്. കാര്യം 4 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൂ. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് എന്തായി? കാവ്യ മാധവനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. കാവ്യാണ് മാഡം എന്ന് പറഞ്ഞ് മുഖ്യധാരാ ചാനലുകളടക്കം 3-4 ദിവസം ചർച്ച ചെയ്തു. അതിനുശേഷം ഗോൾ പോസ്റ്റ് മാറ്റി കാവ്യയുടെ അമ്മയാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. ദാവൂദ് ഇബ്രാഹിം ഇതിൽ ഇൻവോൾവ് ആണ്. ദിലീപ് ഗോൽച്ചൻ എന്ന് പറയുന്ന ആളെ കണ്ടു, ദാവൂദ് ഇബ്രാഹിം ഇൻവോൾവ് ആണെന്ന് പറഞ്ഞ് 3-4 ദിവസം ചർച്ച ചെയ്തു. എന്തായി? ചുമ്മാ പറയുവാണ്, അങ്ങ് തെള്ളുവാണ്. ഇതുപോലെ എനിക്ക് അഭിമാനം തോന്നിയ ചർച്ചകളിലെ അഭിമാനം തോന്നിയാൽ അർണബ് ഗോസ്വാമി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. റിപ്പബ്ലിക്കിലെ രാജ്യത്തെ ഏറ്റവും ബാർക്കോ TRP ഉള്ള വ്യക്തിയാണ് അർണബ് ഗോസ്വാമി. അർണബ് ഗോസ്വാമി നമ്മുടെ ശശി തരൂർ സാറിനെ ഇതേപോലെ അന്യായമായി വേട്ടയാടുന്നു. സുനന്ദ പുഷ്കർ മാഡം സുനിത മാഡത്തെ കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ക്യാമ്പയിൻ ചെയ്തു. ഞാൻ മാത്രമാണ് ഒരു പക്ഷേ ഇരുന്ന് ഡിഫെൻഡ് ചെയ്തത്. കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനും ദീപയെ നമ്മൾ താജ് തിരുവനന്തപുരം ഇപ്പം താജ് ഇപ്പൊ ഹയാത്താണെന്ന് താജില് ഇവരുടെ മരണത്തിന് 2 ദിവസം മുമ്പ് നമ്മളൊരു ഡിന്നറിന്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് സുനിത മാഡത്തെ ശശി കണ്ടാണ്. അവരുടെ ഫസ്റ്റ് ജോയിന്റ് ഇന്റർവ്യൂ എനിക്കാണ് തന്നത്. ഇന്നും അത് കിടപ്പുണ്ട്. ഈ മനുഷ്യൻ അവർക്കിടയിൽ ചില സ്പ്ലിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി കാണും. പക്ഷേ ശശി തരൂർ സാറ് സുനിത പുഷ്കർ മാഡത്തെ കൊന്നു എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. ഷാറൂഖ് ഖാന്റെ മകനെ ഒരു കള്ളക്കേസിൽ കൊടുത്തു. അതിൽ ഞാനാണ് സ്ട്രോങ് ആയി ഡിഫെൻഡ് ചെയ്ത് ഇരുന്നത്. സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മുടെ ഫേമസ് സിനിമാ താരം, നമ്മുടെ കേരളത്തിന്റെ പ്രളയത്തിന് 1 കോടി രൂപ പുള്ളി നമുക്ക് തന്നു. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് ഡ്രഗ്സ്, ഇനിയും പറയാമല്ലോ, എല്ലാവർക്കും അറിയാം പുള്ളിക്ക് അങ്ങനെ കുറച്ച് ചെറിയ 1-2 ദുശീലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിപ്രഷൻ അടിച്ച് പുള്ളി ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ കാരണം റിയ ചക്രവർത്തി പുള്ളിയുടെ ഗേൾ ഫ്രണ്ടാണ്, കൊലപാതകമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്ട്രോങ് ആയിട്ടൊരു ഡിഫൻസ് എടുത്തിരുന്നതാണ് ആത്യന്തികമായി ശരിയായ നിലപാടായി വന്നത്.